ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, അതായത് നമ്മുടെ കുടുംബത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ച്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുടുംബചരിത്രം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പല്ല, പകരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഗൈഡായിരുന്നെങ്കിലോ? കുടുംബത്തിലെ അസുഖങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നതിന് പകരം ആ അറിവ് വെച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ പറ്റിയാലോ? അതെങ്ങനെ സാധ്യമാക്കാമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. നമ്മുടെ ജീനുകൾ എന്ന് പറയുന്നത് നമ്മുടെ വിധിയൊന്നുമല്ല, അതൊരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ടെന്ന്. നോക്കൂ, ഡോക്ടർ പ്രശാന്ത്ജി പറഞ്ഞത് എത്ര ശരിയാണ്. നിങ്ങളുടെ ജീനുകൾ ഒരു ബ്ലൂ പ്രിന്റാണ്, വിധി അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പണിയുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ അതിന്റെ പ്ലാൻ ഉണ്ടാവില്ലേ? എവിടെയാണ് ബലക്കുറവ്, എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യവും. ഈ അറിവ് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. നമ്മുടെ ഫാമിലി ട്രീവേ വെറുമൊരു പാരമ്പര്യ കണക്കായി കാണരുത്. അതിനെ ഒരു മെഡിക്കൽ മാപ്പായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ഈ മാപ്പ് കൃത്യമായി വായിക്കാൻ പഠിച്ചാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന അപകടങ്ങളെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ വഴിതിരിച്ചു വിടാനും പറ്റും. അപ്പോൾ ഇത് ഭാവിയെ ഓർത്ത് പേടിക്കാനുള്ളൊരു കാര്യമല്ല, മറിച്ച് നേരത്തെ തന്നെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മെഡിക്കൽ മാപ്പ് നമ്മൾ വായിച്ചെടുക്കുക? പ്രത്യേകിച്ച് ഒരു കുടുംബം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും? വാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ മാപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ജനറ്റിക് റെഡ് ഫ്ലാഗ്സ്, അതായത് ജനിതകപരമായ ചില അപായ സൂചനകൾ. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി ആവർത്തിച്ചു വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ പാറ്റേൺസ് കണ്ടുപിടിക്കുന്നതിലാണ് ശരിക്കും കാര്യം കിടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ജന്മനാ ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ തലസീമിയ പോലത്തെ ബ്ലഡ് റിലേറ്റഡ് അസുഖങ്ങൾ? അതുമല്ലെങ്കിൽ കുട്ടികളിലെ വളർച്ചയ്ക്ക് താമസം, അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന റെഡ് ഫ്ലാഗ്സ്. ഇങ്ങനെയുള്ള സൂചനകൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ എന്താണ് ഗുണം? ഗർഭകാലത്ത് കുഞ്ഞിന് സ്പെഷ്യൽ സ്കാനോ ജനറ്റിക് ടെസ്റ്റോ വേണോ എന്ന് ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റും. അതായത് ഒരു പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ അതിനെ തടയാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിലെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ മാപ്പ് എങ്ങനെ ഉണ്ടാക്കാം? അയ്യോ, പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പുകളുള്ള ഒരു ആക്ഷൻ പ്ലാനാണ്. ആർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ആ 4 സ്റ്റെപ്പുകൾ. 1. 3 തലമുറയിലെ വിവരങ്ങൾ കളക്ട് ചെയ്യുക. 2. 4 പ്രധാന റെഡ് ഫ്ലാഗ്സ് നോക്കുക. 3. രക്തബന്ധത്തിന്റെ കാര്യം ചെക്ക് ചെയ്യുക. 4. നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും നോട്ട് ചെയ്തു വയ്ക്കുക. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും മാത്രം ഹെൽത്ത് ഡീറ്റെയിൽസ് പോരാ. നിങ്ങളുടെ അച്ഛനമ്മമാർ, പാർട്ട്ണറുടെ അച്ഛനമ്മമാർ, പിന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അങ്ങനെ മൊത്തം 3 തലമുറകളുടെ വിവരങ്ങൾ വേണം. എത്രത്തോളം ഡീറ്റെയിൽസ് കിട്ടുന്നോ അത്രയും ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ഇനി സ്റ്റെപ്പ് 2. ഇവിടെ നമ്മളൊരു ബിഗ് 4 ചെക്ക് ലിസ്റ്റാണ് നോക്കുന്നത്. എന്തൊക്കെയാണെന്നല്ലേ? 1. 50 വയസ്സിന് താഴെയുള്ള ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നിട്ടുണ്ടോ? 2. ഫാമിലിയിൽ ഡയബറ്റിസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ കോമൺ ആണോ? 3. തുടർച്ചയായി 2ഓ അതിൽ കൂടുതലോ മിസ്കാരേജ് ഹിസ്റ്ററിയുണ്ടോ? 4. ജന്മന എന്തെങ്കിലും ഫിസിക്കൽ ഡിഫക്റ്റുകളോ കേൾവിക്കുറവോ ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് ആ ബിഗ് 4. മൂന്നാമത്തെ പോയിന്റ് രക്തബന്ധത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും അടുത്ത ബന്ധുക്കളാണെങ്കിൽ ചില പാരമ്പര്യ രോഗങ്ങൾ വരാനുള്ള റിസ്ക് ഒരു 2-3% വരെ കൂടാൻ സാധ്യതയുണ്ട്. ഈ കാര്യം ഡോക്ടറോട് തുറന്നു പറയുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്. ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ ഒന്നുമല്ല, മറിച്ച് കറക്റ്റ് ടെസ്റ്റുകൾ നടത്തി നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുടുംബത്തിൽ ആരെങ്കിലും ചെറുപ്പത്തിൽ ഒരു പനി വന്നു മരിച്ചു എന്നോ പെട്ടെന്നൊരു ക്ഷീണം വന്നു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്തു വെക്കണം. കാരണം അന്നത്തെ കാലത്ത് എന്താണെന്നറിയാതിരുന്ന പല മരണങ്ങൾക്കു പിന്നിലും കൃത്യമായ ഒരു ജനറ്റിക് കാരണമുണ്ടാവാം. ഇന്നത്തെ മെഡിക്കൽ സയൻസിന് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കേ, നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലേ? നമുക്കതിൽ ചിലത് പൊളിച്ചെടുക്കാം. കാരണം ശരിയായ അറിവുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇതൊരു കോമൺ സംശയമാണ്. എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ ഈ ഫാമിലി ഹിസ്റ്ററിയൊക്കെ നോക്കി ടെൻഷൻ അടിക്കണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഓരോ പ്രഗ്നൻസിയും ഒരു പുതിയ പകിടേറിയൽ പോലെയാണ്. ആദ്യത്തെ കുട്ടിക്ക് കിട്ടാത്തൊരു ജീൻ ചിലപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയേക്കാം. സിമ്പിളായി പറഞ്ഞാൽ ജനറ്റിക്സ് എന്നു പറയുന്നത് പ്രോബബിലിറ്റിയുടെ ഒരു കളിയാണ്. അതിന് ഓർമ്മശക്തിയൊന്നുമില്ല.
അതുകൊണ്ട് എല്ലാ പ്രഗ്നൻസിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു അന്ധവിശ്വാസം. ഗർഭിണിയായിരിക്കുമ്പോൾ പപ്പായ കഴിക്കരുത്, പൈനാപ്പിൾ കഴിക്കരുത് എന്നൊക്കെ. ശരിക്കും ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതിന്റെ മെഡിക്കൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. സാധാരണ അളവിൽ പപ്പായയോ പൈനാപ്പിളോ കഴിച്ചാൽ മിസ്കാരേജ് ആകുമെന്ന് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല. ഇനി ഒരു കുടുംബത്തിൽ തുടർച്ചയായി ഗർഭം അലസുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മിക്കവാറും ഈ പഴങ്ങളായിരിക്കില്ല. ചിലപ്പോൾ തിരിച്ചറിയപ്പെടാത്ത ക്രോമസോം പ്രശ്നങ്ങളോ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡറോ ഒക്കെ. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ അറിവിനെ എങ്ങനെയാണ് യഥാർത്ഥ പവറാക്കി മാറ്റാൻ പോകുന്നത്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം വരുന്നത്. നമ്മൾ ഈ മാപ്പൊക്കെ ഉണ്ടാക്കി, ഇനി എപ്പോഴാണ് ഒരു എക്സ്പേർട്ടിന്റെ, അതായത് ഒരു ജനിതക കൗൺസിലറുടെ സഹായം തേടേണ്ടത്? നിങ്ങളുടെ മാപ്പിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. ഉദാഹരണത്തിന് ഫാമിലിയിൽ ആരെങ്കിലും തലസീമിയയുടെയോ സിക്കിൾ സെൽ അനീമിയയുടെയോ വാഹകരാണെങ്കിൽ, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോമോ ഓട്ടിസമോ ഉള്ള ഒരു കുട്ടി കുടുംബത്തിലുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കാരണമറിയാതെ ഏതെങ്കിലും ശിശുക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ ഒന്നോർക്ക്, ഈ അറിവുകളൊന്നും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞിന് ഏറ്റവും നല്ലൊരു ഹെൽത്തി സ്റ്റാർട്ട് കൊടുക്കാനാണ്. നിങ്ങളുടെ കുടുംബചരിത്രം ഒരു ഭാരമല്ല, അതൊരു സൂപ്പർ പവറാണ്. അത് കൃത്യമായി ഉപയോഗിക്കുക.